ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ ബി.ജെ.പി. ഘടകത്തിന് ഇതുവരെ സ്ഥാനാർത്ഥികളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരത്ത് സർപ്രൈസ് ആയിട്ട് കേന്ദ്രമന്ത്രിമാരെ തന്നെ രംഗത്തിറക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുടെ ഒരു പ്രചരണം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ അങ്ങനെ സർപ്രൈസുകളായ സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വെച്ച് പട്ടിക തയ്യാറാക്കി പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു പേര് നടി ശോഭനയുടേതാണ്. ശശി തരൂരിനെതിരായി ശോഭനയെ മത്സരിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. ഘടകം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശോഭനയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും അവർ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് ബി.ജെ.പിയുടെ പല വേദികളിലും ശോഭനയെ കണ്ടതും ഒപ്പം തൃശ്ശൂരിൽ നടന്ന മോദി പങ്കെടുത്ത ചടങ്ങിൽ ശോഭനയെ പങ്കെടുപ്പിച്ചതും ഒക്കെ തന്നെ ഈ ഒരു സീറ്റിലേക്കുള്ള വഴിയാണെന്നാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മനോരമയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് തൃശ്ശൂരിൽ മോദി പങ്കെടുത്ത യോഗത്തിൽ ശോഭന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ ശോഭനയ്ക്ക് കഴിയും. അതിനു വേണ്ടിയിട്ട് ശോഭനയെ സമീപിച്ചു എന്നാണ് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തൃശ്ശൂരിൽ ശോഭന നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായെന്ന് തന്നെയായിരുന്നു. പിന്നീട് അത് വലിയ രീതിയിൽ സൈബർ അറ്റാക്കിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ ഒരു വനിതാ ബില്ല് കൊണ്ട് മാത്രം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ള ശോഭനയുടെ പരാമർശം അത് തെറ്റായി പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ശോഭനയെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നുകൂടിയാണ്. കാരണം ശോഭനയുടെ ഒരു കുടുംബ പാരമ്പര്യമൊക്കെ തന്നെ തിരുവനന്തപുരവുമായി ബന്ധമുണ്ട്. അങ്ങനെ കുടുംബക്കാരുടെ വോട്ട് കൂടി ശോഭനയ്ക്ക് ലഭിക്കും എന്നതിനുപരി തന്നെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന രീതിയിൽ ശോഭനയെ അവതരിപ്പിക്കാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പല പേരുകൾ പരിഗണിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടി ശോഭനയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. ഏതായാലും ബി.ജെ.പിയുമായി നടി സൗഹൃദം പുലർത്തുന്ന തരത്തിൽ വിവരങ്ങൾ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ തന്നെ അവിടെ ശോഭന പങ്കെടുക്കുകയും ഒപ്പം തന്നെ മോദിയെ പുകഴ്ത്തി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണെങ്കിൽ ശോഭനയെ തിരുവനന്തപുരത്ത് ഇറക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. നേരത്തെ തന്നെ കുമ്മനം രാജശേഖരൻ പറഞ്ഞു കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഇത്തവണ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നടി ശോഭനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സിനിമാ താരങ്ങളായ ഉണ്ണി മുകുന്ദനാകട്ടെ മേജർ രവി ആകട്ടെ അവരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ തന്നെ നോ എന്ന മറുപടിയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ബി.ജെ.പിയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന വിലയിരുത്തൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ സജീവ സാന്നിധ്യമായി പരിഗണിച്ചുകൊണ്ടിരുന്ന ഉണ്ണി മുകുന്ദൻ തന്നെ ഇല്ല ഇത്തവണ ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. ഇനിയിപ്പോൾ മേജർ രവിയും ദേവനും ഒക്കെ തന്നെയാണ് അടുത്തിടെ സീറ്റ് പ്രതീക്ഷിപ്പോൾ ലോക്സഭയിൽ സീറ്റ് പ്രമാണിച്ചപ്പോൾ ബി.ജെ.പിയിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമായിരിക്കും ഒരുപക്ഷെ ബി.ജെ.പി. നടത്തുക. എന്തായാലും ശോഭനയുടെ പേര് ഇപ്പോൾ തിരുവനന്തപുരത്ത് സജീവമായി ചർച്ചയിലാണ്. തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതൃത്വം നൽകിയ പട്ടികയിലും ശോഭനയുടെ പേരുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ശോഭയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വി മുരളീധരൻ ഇടപെട്ടുകൊണ്ട് അവരെ കൊല്ലത്തേക്കും അല്ലെങ്കിൽ മറ്റ് പാലക്കാടോ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്കോ മാറ്റി മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ശോഭയെ വെട്ടിക്കൊണ്ട് പകരം നടിയായ ശോഭനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ചില ചർച്ചകൾ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മനോരമ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിന് എതിരാളിയായി വരുന്നത് നേരത്തെ നിർമ്മല സീതാറാമൻ ആയിരിക്കും എന്ന തരത്തിലാണ് ആദ്യം ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞിരുന്നത്. പിന്നീട് വിദേശകാര്യമന്ത്രി ജയശങ്കറായി. പിന്നീട് മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതാക്കളെ കിട്ടുമോ എന്ന കാര്യം വരെ അന്വേഷിച്ച് നോക്കിയെങ്കിൽ പോലും ഇവിടെ വന്ന് തോക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന വിലയിരുത്തലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ നടി ശോഭനയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടനെ തന്നെ എടുക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്തായാലും ഇനി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പറ്റി ആശങ്കകൾ കൂടിക്കൂടി വരികയാണ്. തെരഞ്ഞെടുപ്പിന്റെ ദിവസം അടുത്തടുത്ത് വരുമ്പോൾ പോലും ഇതുവരെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ ഇതുവരെ ബി.ജെ.പി. കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സിനിമാ താരങ്ങളായ പലരെയും കൊണ്ടുവന്ന് ഒരു മത്സരത്തിന് അല്ലെങ്കിൽ ഒരു പരീക്ഷണ മത്സരത്തിന് ഒരുങ്ങാനാണ് ഇപ്പോൾ ബി.ജെ.പി. ആഗ്രഹിക്കുന്നത്. പക്ഷേ ശോഭന എന്ന സ്ഥാനാർത്ഥിത്വത്തെ എത്രത്തോളം തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ നേതാക്കൾ അംഗീകരിക്കുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. കാരണം കരുത്തേറിയ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ ശശി തരൂരിനെ പൂട്ടാൻ കഴിയില്ല എന്ന ബോധ്യം ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് ശോഭന മതിയാകുമോ അതിനൊരു ഉത്തരമായി ശശി തരൂരിന് എതിരാളിയാകാൻ കഴിയുക എന്നൊരു ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് ശോഭന എന്ന പേരുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ തിരുവനന്തപുരം ഘടകം ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ചർച്ചകൾ എത്രത്തോളം ഫലവത്താകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.